എന്റെ അമ്മേ. അല്ല ഇറങ്ങണില്ലേ? ഇതാണാ വീട്? എന്താ ഇത് പോരെ? തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ? ആദ്യം ഇങ്ങടെ ഇറങ്ങി. ഇറങ്ങല്ലേ? കൂടുതൽ എന്താ പാമ്പാ? തബല്ല. തവളയാ? തവളയല്ല, തബല്ല. ഇതൊന്ന് പിടിച്ചേ. അതൊക്കെ അവനവൻ തന്നെ പിടിച്ചാ മതി. വന്നേ വാ. ഇയാള് ഈശ്വര, അനർത്ഥങ്ങളൊന്നും കൂടാതെ എത്തിയല്ലോ, അത് മതി. അത് പിന്നെ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കണ എന്റെ ഭാനുമതി? അതായിരുന്നു എന്റെ പേടി. ആ പാലത്തറക്കാര് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്തുണ്ടാക്കാൻ? അവര് കയറി തടഞ്ഞപ്പോ ആരടാ ഈ പാലത്തറ എന്ന് ചോദിക്കാൻ ഞാൻ നാവ് വളച്ചതും ഇവര് കയറി അങ്ങ് ചോദിച്ചു. അല്ല, ആരാ ഇവരൊക്കെ? ഞങ്ങൾ പ്രഗത്ഭ ഗാതികർ ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശ്. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷെ ഗാനഭൂഷണം പാസ്സായിട്ടില്ല, പിന്നീട് പാസ്സായി. വരൂ, എല്ലാരും അകത്തേക്ക് വരൂ. നിക്ക് ആദ്യം ലേഡീസ് പോട്ടെ, അതിനുശേഷം ലേഡീസ് പോയിക്കോട്ടെ. അവര് പോയിക്കോട്ടെ. അതിനെന്താ? ഇനി വാ. ആള് കൂടുതലാ. വേഞ്ചില് ഫുഡ് തീരും. അബലയില് മുട്ടിക്കല്ലേ? നിങ്ങൾ എവിടേക്ക് ഈ പടച്ചു കയറണേ? നിങ്ങൾ ഇവിടെ അല്ല, അവിടെ. അവിടെയാണ് ഫുഡ്. ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? തരക്കേടില്ല. AC ഒന്നും ഇല്ലല്ലേ? AC നിന്റെ അമ്മൂമ്മയുടെ. അമ്മൂമ്മയുടെ? ഇവിടത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ AC കൊണ്ടുപോയിരിക്കുക. കൊണ്ടുവരുമല്ലേ? പിന്നെ റിഹേഴ്സൽ സമയമായി. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യും. സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറും ഒന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ. ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളിയെന്ന്? അത് മുഖ്യമായിട്ടും ഈ ശാപ്പാട്. 4 നേരവും ശാപ്പാടടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും, റിഹേഴ്സൽ നോക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേ? ഏതാടാ ഈ നാട്ടിലെ കഥ തന്നെ. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യേ. കാതികനും അല്ല, കലാകാരനും അല്ല, പിന്നെ നിങ്ങൾ ആരാ? പിച്ചക്കാരൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്തോ. എന്ത് ഫുഡ് അറേഞ്ച് വന്നപ്പോ തുടങ്ങിയുള്ള ഫുഡ് അറേഞ്ച്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പെട്ടിയും 2 കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തു ആവാന്ന് വിചാരിച്ചോ? ഞാൻ ഇവിടുത്തെ കുശിരിക്കാരാണെന്ന് വിചാരിച്ചാ? അപ്പൊ അല്ലേ ചരുകുറ്റിയാൻ കളയും ഞാൻ. മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചികളാ ഇവര്. എന്റെ ദൈവമേ, ആലുവ ശിവരാത്രിക്ക് പോലെ ആരിങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട്. മൂത്രം. ആരാത്? ആ കഥാപ്രസംഗക്കാരവിടെ? അത് ചോദിക്കാൻ നീ ആരടാ? നിന്റെ തന്ത. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വേണേ രപ്പേ. ഇങ്ങോട്ട് വരണ്ട. എങ്ങനെ കഥ ഓർന്നു? ആരുമില്ല, ഓടിക്കോ. ഇവന്മാരെവിടെ പോയി? വീണ്ടും ഇതിനകത്ത് തന്നെ വന്നു വിട്ടാ. എന്താ ഒക്കെ റെഡിയാ? ഒക്കെ റെഡി. രണ്ടാളും ചാക്കിലേക്ക് കയറിക്കോ. നല്ല രസാ. ഒക്കെ ഈ പെൺകുട്ടികളുടെ ബുദ്ധിയാണ്. എടോ, വീടിന് ചുറ്റും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇതിനകത്ത് കേറിക്കോ. മക്കളെ, ഒരു മംഗളകാര്യത്തിനല്ലേ നിങ്ങളോട് ചാക്കി കയറാൻ പറയണത്? മംഗളകാര്യത്തിനായാലും മനോരമ കാര്യത്തിനായാലും ചാക്കി കയറാൻ പറ്റില്ല. ചാക്കി കയറാ. ചാക്കി കയറാൻ നിങ്ങളൊക്കെ പറയുമ്പോ ചാക്കി കയറാൻ ഞങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ചാക്കി കയറാ. ചാക്കവിടെ മുളക് ചാക്കൊക്കെ. നിനക്കൊരു മീശയുടെ കുറവ് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു താടിയും കൂടിയാണ് വെക്കാനില്ല. അത്ര സ്ഥലത്ത് വൃത്തിയോട് മാറിക്കിട്ടേ. ശവപ്പെട്ടി മൂടറി. ഇതിനകത്ത് ഓക്സിജൻ കിട്ടുന്നില്ല. തുറന്നിരിക്കട്ടെ. സ്വന്തം മരണമെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ. ഹലോ സർ. എന്താടി ചാക്കിനകത്ത് പോലും സ്വസ്ഥത തരില്ലല്ലേ? ഇതാ എന്താ റോസ്, അറിയില്ലേ? അറിയാം. ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. മുളക് പൊടിയോ അതോ ഉറുമ്പ് പൊടിയോ? ഏയ്, ഒന്നുമില്ല. ഇതിലേ ശരിക്കും സ്നേഹത്തിന്റെ ഗന്ധമുണ്ട്. ദേ, ഗീത തന്നാ. ചാക്കൊക്കെ പൊക്ക്. ഹലോ, ഇതിനകത്തോട്ട് കേറുന്ന ഒരാൾക്കൂടെ സ്ഥലമുണ്ട്. നീ കിന്നാരം പറയാണ്ട ചാക്കിന്റെ ഡോർ അടക്കിടി. നീ തൊരപ്പം മാളത്തിൽ നോക്കണ പോലെ വിളിക്കണ്ട. നോക്കണേ. വണ്ടി പോട്ടെ.
ഇങ്ങോട്ടോടാ, ഇങ്ങോട്ട് വാടാ. എന്റെ തന്തയ്ക്ക് വിളിച്ചേച്ച് അവൻ എവിടെ പോയടാ? അവർ അവിടെ കണ്ടില്ല വർക്കിച്ചേട്ടാ. ഇതിനു മുമ്പ് അവൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാണവൻ? അറിയില്ല, ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ്. കണ്ടില്ലേ, നെഞ്ചൊക്കെ ഇത്ര ഉണ്ടായിരുന്നു. അവൻ മുങ്ങീന്ന്. നോക്കി നിൽക്കാതെ പോയി മുങ്ങി തപ്പടാ. കാല് പൊക്കി വെക്കി ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കി ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെച്ചോ ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കണ്ട ഇനി പടിയില്ല. അയ്യോ, വണ്ടി കയറ്. വണ്ടിയുടെ ഡോർ എവിടെ? വണ്ടിക്ക് ഡോറൊന്നുമില്ല. കാറിനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ. ട്രെയിനിൽ ബെർത്ത് കേട്ടിട്ടില്ലേ, അത് തന്നെയാണിത്. ഇത് ടി വരെ ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ല. കിടന്നോ, കേറി കിടന്നു. ഏയ് ഒരാളവിടെ പോയി. ദേ അവിടെ. അപ്പം മറ്റോനോ? ദേ ഇവിടെ നിക്കണു. അപ്പം മറ്റേ പോയി. ദേ അവിടെ കിടക്കണു. അപ്പൊ നിനക്ക് ഇത് ആദ്യമേ പറഞ്ഞൂടെ? നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. നിങ്ങൾ വന്നു തുടങ്ങിയത് എന്റെ കഷ്ടകാലം. വാ മോനെ, വാ. ആ വാ മോനെ, ഇവിടെ കയറി കിടന്നോട്ടാ. സുഖമായിട്ട് കിടന്നോ. ആ എന്താ ഈ ഞാണ്ട് കിടക്കണത്? അത് കാല. എന്നാ പിന്നെ അത് കയറ്റി വെക്കി. രണ്ടാളും ഇല്ലേ? ആ രണ്ട് തലയുണ്ട്. ആ തള്ളിക്കോ. ഹെ. ഇതെന്താ അങ്ങോട്ട് പോണേ? ഇതെന്താ അങ്ങോട്ട് പോണത്? ആ ഈ വണ്ടിയുടെ തല ആരാ അവിടെ കൊണ്ടുവച്ചത്? വലിക്കടാ. ഇന്ന് തള്ളു. ആ ഓ, എന്തൊരു മുട്ടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഫുഡ് റെഡിയായോ ഫുഡ് റെഡിയായോന്ന്. അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ? എന്താ വണ്ടി നിർത്തിയത്? ദേ നോക്കിയേ, ഏ? കരാട്ടെ. എന്താ ചാക്കില്? കുറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്. ചാക്കില് പിണ്ണാക്കാന്നാ ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും ഓ പിണ്ണാക്കോ? പിള്ളച്ചേട്ടാ, ദേ ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ. വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ രണ്ട് കാതികയൊന്നില്ലേ? കൊച്ചിൻ ബ്രദേഴ്സ്. അവരാ ഈ ചാക്കിൽ. എന്താ വേണോ? വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാർ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. യബ്ബാ! അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അടിച്ചു കാണിച്ചു കൊടുത്തൂടെ? ഏത് ഈ മുണ്ട? അല്ല ചാക്ക്. ദേ, ഒറ്റ അടി വെച്ചെന്നാണല്ലോ. വലിക്കടാ. എന്റെ ആ. പൊന്നേ, കൊട്ടാറങ്ങാനായിട്ട്. ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റൂ. പേടിക്കാൻ സാറേ, അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാർ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണോ ചാക്കില്? അതെ, വാഴക്കൊല നാടൻകായ. ആഹാ, വാഴക്കൊല ഉന്നം നോക്കാൻ പറ്റിയ സാധനം. അയ്യോ അയ്യോ എന്താ, അയ്യോ, എന്തൊരു ഉന്നാകൃത്യം കൊലക്കിട്ട് തന്നെ കൊണ്ടു. കണ്ടോ, ഇപ്പോഴും എന്നെ ഉന്നം തെറ്റിട്ടില്ല. ഓരോരുത്തർ വല്ലോടത്തും കൂർക്കായി നിന്നൂറോ. ഞാൻ നിന്റെ എവിടെ കൊണ്ടേ? എന്തേ കാണണോ? അത്ര മോശപ്പെട്ട സ്ഥല? ആ അതെ. അയ്യോ എന്നാ വേണ്ട. വേണേ പൊക്കി നോക്കണ നോക്കണ്ട. അയ്യേ വേണ്ട. പിടിച്ചോ പിടിച്ചോ, വലിച്ചു പിടിച്ചോ, വലിച്ചു പിടിച്ചോ. ഇറക്കാണോ? ഇറക്കം. ആ, പിടി. ഓ, ആ എവിടെയെങ്ങാരെ ആ ബോട്ടിലേക്ക് വെച്ച് പതുക്കെ പിടിക്കട്ടെ. പാതിക്കട പിടിക്കുന്നത്. എന്താ സാധനം ഇത്? പൊട്ടണ സാധന. അത് ഗാനഭൂഷണം. അടിയുള്ള നിനക്ക് മിണ്ടരുത്. അതെ, ഗാനഭൂഷണത്തിന്റെ കാസറ്റുകൾ ചാക്കിലാക്കി കൊണ്ടുവന്നിരിക്കുക. ആ സൂക്ഷിച്ചോടൊച്ച സൂക്ഷിച്ചോടൊച്ച. ഒന്ന് സഹായിക്കടാ. പരദൂഷണത്തിന്റെ കാസറ്റാണ്. ചവിട്ടിക്കൂട്ടില്ലേ? മതി. ചേട്ടാ, മൂത്രമൊഴിക്കണമായിരുന്നല്ലോ. എന്റെ ദൈവമേ, ഇതെന്താ പൊന്താണ്? മൂത്രമൊഴിക്കണത്. നീ ചാക്കിലേക്ക് മുള്ളിക്കൊള്ളാൻ ആരും കാണില്ല എന്ന്. ഇതെന്താ ഒരു നാറ്റം?